ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സയൻസ് ആണ്. ആദ്യത്തെ യൂണിറ്റ് ഫുഡ് ഫോർ ഹെൽത്ത്. ഈ ഒരു പാഠത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കി പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. സബ് ഫുഡ് ഐറ്റംസ് വി യൂഷ്വലി ഈറ്റ് ആർ ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്. ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദം? ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്, തരം തിരിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് സിറിയൽസ് അല്ലേ, സിറിയൽസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പഴവർഗ്ഗങ്ങളാണ്, അപ്പോൾ ഫ്രൂട്ട്സ് ആണ്. തേർഡ് വൺ എന്താണ്? പച്ചക്കറികളാണ്, വെജിറ്റബിൾസ് ആണ്. നാലാമത്തത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പൾസസ് അല്ലേ, നമ്മുടെ കടല, മുതിര, പയറ്, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്? ലീഫി വെജിറ്റബിൾസ്, ഇലവർഗ്ഗങ്ങൾ, നമ്മുടെ ചീര, മുരിങ്ങയുടെ ഇല അല്ലേ, സ്പിനാഷ്, അതൊക്കെ നമുക്ക് ഏതിൽ പറയാം? ഈ ലീഫി വെജിറ്റബിൾസിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ആർ യു ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് എമംഗ് ദം? എനി ഡിസ്ലൈക്സ്? വൈ? ഡിസ്കസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഐസ്ക്രീമോ, ചോക്ലേറ്റ്സ് അല്ലേ, ഇനി ഇഡ്ഡലി, ദോശ അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ എന്താണ്? എനി ഡിസ്ലൈക്സ്, ഏതെങ്കിലും ഇഷ്ടപ്പെടാത്ത ഫുഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കുക അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും എന്താണ്, ഇപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. ചിലതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ബീട്രൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ, ബ്ലഡൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു വെജിറ്റബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് താഴത്ത് നോക്കാം. ലിസ്റ്റ് ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ് ഇൻ എ ഡേ. നിങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കാറുള്ള ഭക്ഷണത്തിൻ്റെ പേരാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ദോശ, ഇഡ്ഡലി, ബ്രെഡ് ആൻഡ് ബട്ടർ കൊടുത്തിട്ടുണ്ട്. ലഞ്ച് ടൈമിൽ എന്താണ്? റൈസ് ആൻഡ് സാമ്പാർ, ഫ്രൈഡ് റൈസ്, ഫിഷ്, ചിക്കൻ അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഡിന്നറിന് എന്താണ്? റൈസ് ആൻഡ് വെജ് കറി, ചപ്പാത്തി ആൻഡ് എഗ് റോസ്റ്റ്, വെജിറ്റബിൾ സാലഡ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്നത് കൊടുക്കാം. ഓക്കെ, ഫുഡ് എന്തിനാണ് കഴിക്കുന്നുള്ള അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള എനർജി അല്ലേ, നമുക്ക് ഊർജ്ജം തരാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ ഈ ശരീരം പ്രവർത്തിക്കണ്ടേ. അപ്പോൾ അതിനുള്ള എനർജി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സും കൂടി ഒന്ന് നോക്കി പോവാം. ആദ്യത്തെ എന്താണ്? വാട്ട് ആർ മേജർ ന്യൂട്രിയൻസ്? ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോഷകങ്ങൾ, ഏതൊക്കെയാണ്? ഇതാണ് ഉത്തരം വരുന്നത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ഫുഡ് ഐറ്റം. അപ്പോൾ 5 ന്യൂട്രിയൻസ് ആണുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഈ ഹോർലിക്സിൻ്റെ ഒക്കെ പരസ്യത്തിൽ കേട്ടിട്ടില്ലേ വൈറ്റമിൻസ്, മിനറൽസ് എന്നൊക്കെ പറയുന്നത്? അപ്പോൾ അതുപോലെ അതൊക്കെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് ഫുഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്? പല ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഓൾ ഫുഡ് ഐറ്റംസ് മെ നോട്ട് കണ്ടെയ്ൻ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി. ഹെൻസ് വി ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് അല്ലേ. എല്ലാ ഫുഡ് ഐറ്റംസിനും നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, കാർബോഹൈഡ്രേറ്റ്സ് വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ഫുഡ് ഐറ്റമിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളണം എന്നില്ല അല്ലേ. നിങ്ങൾ പാല് കുടിക്കുന്നുണ്ട്, പാലിൽ കാൽഷ്യം ഉണ്ട്, അത് വിചാരിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സും വൈറ്റമിൻസും മിനറൽസും എല്ലാതും നമുക്ക് പാലിൽ നിന്ന് കിട്ടുമോ? ഇല്ല അല്ലേ. ഓരോ ഭക്ഷണത്തിലും ഓരോ വൈറ്റമിൻസും, പലതരം വൈറ്റമിൻസും പലതരം മിനറൽസും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ പോരാ, ഒരു ഫുഡിൻ്റെ മിക്സ് അല്ലേ, പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഫ്രൂട്ട്സ് കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കണം, ധാന്യങ്ങൾ കഴിക്കണം അല്ലേ, പയർവർഗ്ഗങ്ങൾ കഴിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻ റിച്ച് ഫുഡ്? എന്തുകൊണ്ടാണ് പോഷകസമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്? ഇതാണ് ഉത്തരം വരുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വി ഈറ്റ്, ഇറ്റ്സ് ക്വാളിറ്റി ആൻഡ് ടൈം ഓഫ് കൺസംഷൻ ഇൻഫ്ലുവൻസ് ഹെൽത്ത്. സോ വി ഷുഡ് ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. എന്താ പറയുന്നത്? ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വി ഈറ്റ്, എത്ര ഭക്ഷണത്തിൻ്റെ അളവ് എത്രയാണ് നമ്മൾ കഴിക്കുന്നത് അത് ഇരിക്കും. അതുപോലെ തന്നെ ക്വാളിറ്റി അല്ലേ, 3 നേരം വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ പോരാ അല്ലേ, ജങ്ക് ഫുഡൊന്നും കഴിച്ചാൽ പോരാ. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലേ, അതുപോലെ പാലും മുട്ടയും ഒക്കെ കഴിക്കണം അല്ലേ. അപ്പം നല്ല നല്ല ഭക്ഷണങ്ങൾ, ക്വാളിറ്റിയുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. അതുപോലെ തന്നെ ടൈം ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്ന ഇതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്.
കൺസംഷൻ എന്ന് പറയുന്നത് ടൈം ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. എപ്പോഴും പറയല്ലേ രാത്രി 7 മണി കഴിഞ്ഞ് 8 മണി കഴിഞ്ഞൊന്നും ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല അല്ലേ. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും. കാരണം എന്താണ്, നമ്മുടെ ഡൈജഷൻ ശരിയായിട്ട് നടക്കില്ല. നെക്സ്റ്റ് വരുന്ന ഒരു ആക്ടിവിറ്റി ഇതാണ്. ഇവിടെ എന്താണ്, ഇവിടെ അയഡിൻ ടെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. പൊട്ടറ്റോ, കുക്കുംബർ, മൈദ, എഗ് വൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഈ പൊട്ടറ്റോയിലേക്കും ഉരുളൻകിഴങ്ങിലേക്കും കുക്കുംബറിലേക്കും ഒക്കെ ഒഴിക്കുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്താണ്, നിറവ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൂടി നമ്മളോട് തന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും കൂടി നമ്മളോട് തന്നെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസിൻ്റെയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അയോഡിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിലായിക്കോട്ടെ കുക്കുംബറിലായിക്കോട്ടെ നമ്മൾ ആ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ കേട്ടോ, സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്ലൂ കളറായിരിക്കും. ഇനി സ്റ്റാർച്ച് ഇല്ലെങ്കിൽ കളർ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ലൈറ്റ് ബ്ലൂ കളറാണെങ്കിലോ, ലൈറ്റ് ബ്ലൂ കളറാണെങ്കിൽ അതിൽ സ്റ്റാർച്ച് ചെറുതായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നിറവ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് എന്ത് പറയുന്നത്, സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് പറയുന്നത്, സ്റ്റാർച്ച് എത്രത്തോളം ആ ഭക്ഷണത്തിൽ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ആൻസർ. പൊട്ടറ്റോ ഡാർക്ക് ബ്ലൂ കളറാണ്, അപ്പോൾ നല്ല രീതിയിൽ സ്റ്റാർച്ച് ഉണ്ട്. കുക്കുംബർ നോ കളർ ചേഞ്ച്, സ്റ്റാർച്ച് ഇല്ല. മൈദ ഡാർക്ക് ബ്ലൂ കളർ, അതിൽ സ്റ്റാർച്ച് ഉണ്ട്. എഗ് വൈറ്റ് മുട്ടയുടെ വെള്ളയിൽ കളർ ചേഞ്ച് ഒന്നുമില്ല, അപ്പോൾ സ്റ്റാർച്ച് ഇല്ല. ഓട്സ് ഡാർക്ക് ബ്ലൂ കളറാണ്, സ്റ്റാർച്ച് ഉണ്ട്. ബാർലി ഡാർക്ക് ബ്ലൂ കളറാണ്. ആപ്പിൾ നോ ചേഞ്ച്, നോ കളർ ചേഞ്ച്, അതായത് ആപ്പിളിൽ സ്റ്റാർച്ച് ഇല്ല. മിൽക്ക് നോ ചേഞ്ച് ഇൻ കളർ, മിൽക്കിൽ മിക്കവാറും ചേഞ്ച് ഒന്നും വരില്ല. ഇനി ചെറുതായൊരു മാറ്റം വന്നാൽ തന്നെ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അത് സ്റ്റാർച്ചിൻ്റെ ചെറിയൊരു പ്രസൻസ് എങ്ങാനും ഉണ്ടെങ്കിലേ അങ്ങനെ വരുള്ളൂ. നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിൽ സ്റ്റാർച്ച് ഇല്ല. ടാപ്പിയോക്ക നമ്മുടെ കൊള്ളിയാണ് പറയുന്നത്, കപ്പയാണ് പറയുന്നത്, ഡാർക്ക് ബ്ലൂ കളറാണ്. പംകിൻ മത്തങ്ങ ലൈറ്റ് ബ്ലൂ കളർ വരും. റൈസ് പൗഡർ ഡാർക്ക് ബ്ലൂ കളറാണ് വരിക. കോക്കനട്ട് വാട്ടർ നമ്മുടെ നാളികേര വെള്ളം നോ കളർ ചേഞ്ച്. ആരോറൂട്ട് പൗഡർ എന്താണ്, ഡാർക്ക് ബ്ലൂ കളറാണ് വരിക. ഓറഞ്ച് നോ കളർ ചേഞ്ച്. റാഗി പൗഡർ ബ്ലൂ കളർ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്നത്. ഇനി ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ദി ഫുഡ് ഐറ്റംസ് വിത്ത് മോർ സ്റ്റാർച്ച് കണ്ടൻറ്റ് ബേസ്ഡ് ഓൺ ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ ഫോംഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് കണ്ടൻ്റ് ഉള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഉണ്ട്, മൈദ ഉണ്ട്, ടാപ്പിയോക്ക, റൈസ് പൗഡർ, ആരോറൂട്ട് പൗഡർ. അതുപോലെ തന്നെ റിലേറ്റീവ്ലി ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റാർച്ച്, ഈ എന്താ പറയുക സ്റ്റാർച്ച് ഉണ്ട് പക്ഷേ പൊട്ടറ്റോയിലുള്ള അത്രയൊന്നും ഇല്ല, അതായത് ലൈറ്റ് ബ്ലൂ കളറാവും വന്നിട്ടുണ്ടാവുക. അങ്ങനെ വന്ന ഒന്ന് ഏതായിരുന്നു, അത് റാഗി പൗഡർ ആയിരുന്നു. ഇനി ലൈറ്റ് എമൗണ്ട് ഓഫ് സ്റ്റാർച്ച് തീരെ കുറവേ ഉള്ളൂ, അതേതായിരുന്നു, പംകിനായിരുന്നു. ഇനി സ്റ്റാർച്ചേ ഇല്ല, അങ്ങനെ വന്നത് ഏതാ, നോ സ്റ്റാർച്ച് ഏതായിരുന്നു, കോക്കനട്ട് വാട്ടർ, ആപ്പിൾ, ഓറഞ്ച്. ഓക്കെ. മില്ലറ്റ്സ് പറയുന്നുണ്ട്, ഇപ്പോൾ പറയുന്നുണ്ട് ഈ ചെറുധാന്യങ്ങൾ. മില്ലറ്റ്സ് അത് ക്രോപ്പ് ബിലോങ് ടു ഗ്രാസ് സ്പീഷീസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ കൂടുതൽ ആൾക്കാർ ഫൈബറൊക്കെ കൂടുതലായ കാരണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ കഴിക്കുന്നതാണ് ഇങ്ങനെയുള്ള മില്ലറ്റ്സ് കേട്ടോ. ഫിംഗർ മില്ലറ്റ്, ബജ്ര, ഫോക്സ് ടെയിൽ, ഇതൊക്കെ മില്ലറ്റിൻ്റെ പലതരമുള്ള. ഇവിടെ പറയുന്നുണ്ട് പ്രോട്ടീൻ നമ്മുടെ ബോഡി ബിൽഡിങ്ങിന്, നമ്മുടെ ഗ്രോത്തിന്, നമ്മുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ ഘടകമാണ് പ്രോട്ടീന്. നമ്മുടെ മസിൽസിനും സ്കിന്നിനും ഹെയറിനും ഒക്കെ അത്യാവശ്യമാണ്. എന്തെങ്കിലും പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ക്വാഷിയോക്കറും മറാസ്മസും. അപ്പോൾ ഈ ഡിസീസസ്, പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഡിസീസസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. മാർക്ക് ചെയ്ത് വയ്ക്കുക, ക്വാഷിയോക്കറും മറാസ്മസും. ഓക്കെ. ഇനി ഇതാണ് നിങ്ങൾക്ക് അടുത്ത ആക്ടിവിറ്റി വരുന്നത്, നമുക്ക് നോക്കാം. ഈ കാണിച്ചിട്ടുള്ളത് ഗ്രീൻ ഗ്രാമാണ്, നമ്മുടെ ചെറുപയറാണ്. പിന്നെ പനീർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് അടുത്തത്, കാഷ്യൂനട്ടാണ്, നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഗ്രൗണ്ട് നട്ട്, നിലക്കടല, മീറ്റ്, റെഡ് മീറ്റ് കൊടുത്തിട്ടുണ്ട്, ഫിഷ് കൊടുത്തിട്ടുണ്ട്, എഗ്ഗ് മുട്ടയിലുണ്ട് പ്രോട്ടീൻസ്, അതുപോലെ തന്നെ മിൽക്കിലും ഉണ്ട്. ഓക്കെ. ഇത് നമുക്ക് നോക്കാവുന്നത് ഫാറ്റിൻ്റെ ആണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാറ്റും നമ്മുടെ ശരീരത്തിന് ആവശ്യം തന്നെയാണ് അല്ലേ. ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണ്, എന്തിലൊക്കെ എണ്ണ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിപ്സ് കഴിക്കാറുണ്ട് അല്ലേ, ചിപ്സ്, റോ ബനാന, പച്ചക്കായ അല്ലേ, പച്ചപ്പഴം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങളോടൊരു പേപ്പർ കഷ്ണത്തിൽ ഇടാനാണ് പറയുന്നത്. എന്നിട്ട് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്, അതാണ് അവിടെ നിങ്ങൾ ഒബ്സർവേഷനിൽ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ മിക്സ്ചറോ അല്ലെങ്കിൽ ചിപ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പേപ്പറിൽ ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പോട്ടുകൾ കാണാം അല്ലേ, എണ്ണം പിടിക്കുന്നത് പോലെ. അല്ലെങ്കിൽ പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അമ്മ ഇതുപോലെ പേപ്പറിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ പൂരിയുടെ എണ്ണ അത് വലിച്ചെടുക്കുന്നത് കാണാം
കാണാം അല്ലേ. അപ്പോൾ അതുപോലുള്ളൊരു ടെസ്റ്റാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിപ്സ് നമ്മൾ പേപ്പറിലിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഓയിൽ പാച്ചസ് ആ സീൻ ഓൺ ദ പേപ്പർ. അതുപോലെയുള്ള ഓയിലിൻ്റെ ആ കുത്തുകൾ നമുക്ക് ആ പേപ്പറിൽ കാണാം. റോ ബനാന, നമ്മുടെ സാധാരണ പഴം വറുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓയിൽ ഉണ്ടാവോ, ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ടാവോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓയിൽ പാച്ചസ് ആർ നോട്ട് സീൻ ഓൺ ദ പേപ്പർ എന്ന് പറയാം. ക്രഷ്ഡ് സിസമി, സിസമി എന്ന് പറഞ്ഞാൽ നമ്മുടെ എള്ളിനെയാണ് പറയുന്നത്. സിസമി അത് ക്രഷ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് അല്ലേ, പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഓയിൽ പാച്ചസ് ആർ സീൻ ഓൺ ദ പേപ്പർ. നമ്മുടെ വീട്ടിലൊക്കെ എള്ളെണ്ണയൊക്കെ ഉണ്ടാവില്ലേ, നല്ലെണ്ണയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള എള്ളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഓയിൽ കണ്ടൻറ്റ് ഉണ്ട്. ഡ്രൈഡ് കോക്കനട്ട്, നമ്മുടെ കൊപ്രയിലും എന്തുണ്ട്, ഓയിൽ കണ്ടൻറ്റ് ഉണ്ട് അല്ലേ. നമ്മുടെ കൊപ്രയിൽ നിന്നാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ പാച്ചസ് ആർ സീൻ ഓൺ ദ പേപ്പർ. ക്രഷ് ഗ്രൗണ്ട്നട്ട്, നമ്മുടെ നിലക്കടല ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് പേപ്പറിലിട്ട് കഴിഞ്ഞാൽ അതിലും എന്തുണ്ട്, ഓയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ പാച്ചസ് കാണാൻ സാധിക്കും. ഇവിടെ ഇനി പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് പ്ലാന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫാറ്റ് ഏതാണ്, ആനിമൽസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫാറ്റ് ഏതാണ്, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കണ്ടാൽ അറിയാം അല്ലേ, ഇത് ഏതിൽ നിന്നാണ്, തേങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത്. ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം പ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം പ്ലാന്റ്സ് എഴുതുക. നെക്സ്റ്റ് എന്താണ്, ഇത് നെയ്യാണ്. നെയ്യ് നമുക്ക് അല്ലേ പാലിൽ നിന്നൊക്കെയാണ് നെയ്യ് കിട്ടുന്നത്. അപ്പോൾ അതെന്താ, ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം ആനിമൽസ് ആണ്. ഇതെന്താണ്, ഇത് മീൻ ഗുളിക എന്നൊക്കെ പറയില്ലേ, ഫിഷ് ലിവർ കോഡ് ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഏതിൽ നിന്നാണ് കിട്ടുന്നത്, ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം ആനിമലിലാണ് വരിക. ഇതും എവിടെ നിന്നാണ്, ബട്ടർ ഏതിൽ നിന്നാണ് വരിക, ബട്ടറും ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം ആനിമൽസ് തന്നെയാണ് വരിക. ലാസ്റ്റ് കാണിക്കുന്നത് ഹണിയാണ്. ഹണി ഏതാണ്, ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം പ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുക. ആദ്യത്തെയും അവസാനത്തെയും പ്ലാന്റിൽ നിന്നാണ് കിട്ടുക, ബാക്കി മൂന്നും ആനിമൽസിൽ നിന്നാണ്. എന്നിട്ടത് ഈ ചാർട്ടിലേക്ക് എഴുതണം. എന്താണ്, ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം പ്ലാന്റ്സ് ഏതൊക്കെയാണ്, കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും ആണ്. ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം ആനിമൽസ് ഏതൊക്കെയാണ്, ഫിഷ് ഓയിലുണ്ട്, ഗീ ഉണ്ട്, ബട്ടർ ഉണ്ട്. നെക്സ്റ്റ് കൊളസ്ട്രോളിനെ പറ്റി പറയുന്നുണ്ട്. ഫാറ്റിൻ്റെ മറ്റൊരു രൂപമാണ് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ബ്ലഡിൽ അത് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലൊക്കെ അടിയും. ഓക്കെ, എന്നിട്ട് ഫ്ലോ ഇല്ലാതാക്കും അല്ലെങ്കിൽ കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹാർട്ട് ഫെയിലിയർ അല്ലേ, നമ്മുടെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരാൻ മെയിനായിട്ടുള്ള കാരണം എന്താണ്, ഇങ്ങനെയുള്ള ഫാറ്റ് കണ്ടൻറ്റ് നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ അടിഞ്ഞിട്ട് അത് എന്താണ് ആ ബ്ലഡിൻ്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നത്. ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോണതിൻ്റെ ഒപ്പം മെയിനായിട്ട് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാമിനൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ ഐസിൻ്റെയും സ്കിന്നിൻ്റെയും ഹെയറിൻ്റെ ഒക്കെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പിന്നെന്താണ്, വൈറ്റമിൻ ബി എന്തിനാണ്, നമ്മുടെ ബ്രെയിന്, നമ്മുടെ തലച്ചോറിന്, നെർവ്സിന്, ഞരമ്പുകൾക്ക്, ഹാർട്ടിനും സ്കിന്നിൻ്റെ ഒക്കെ ഹെൽത്തിനാണ്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ടീത്ത്, ഗം, ബ്ലഡ് വെസൽസ്, അതുപോലെ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണ്. വൈറ്റമിൻ ഡി ഏതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബോൺസ്, നമ്മുടെ എല്ലുകളുടെയും അതുപോലെ പല്ലുകളുടെയും ബലത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷിക്കും വേണ്ടിയിട്ടാണ്. വൈറ്റമിൻ ഇ എന്തിനാണ്, നമ്മുടെ നെർവ്സ്, ഞരമ്പുകളുടെയൊക്കെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. വൈറ്റമിൻ കെ എന്തിനാണ്, ഫോർ ബ്ലഡ് ക്ലോട്ടിങ് വെൻ വോൺസ് ഒക്കെ. നിങ്ങളുടെ കാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നിൽക്കും അല്ലേ, ബ്ലഡ് പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. അത് എന്തുകൊണ്ടാണ്, ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആവുന്നത് കൊണ്ടാണ്, അവിടെ കട്ടയാവുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് നടന്നില്ലെങ്കിൽ എന്താണ്, ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് വൈറ്റമിൻ കെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് വൈറ്റമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ദി ഹെൽത്ത് ഓഫ് സ്കിന്നിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ളത് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ. ഇതിലൊക്കെ കേട്ടിട്ട് നമ്മുടെ പരസ്യങ്ങളിലൊക്കെ കേട്ടിട്ട് സ്കിന്നിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഏതാണ്, വൈറ്റമിൻ ബി ആണ്. അപ്പോൾ ആൻസർ വരുന്നത് വൈറ്റമിൻ ബി ആണ്. വെൻ ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് യു ഡോണ്ട് ഗെറ്റ് അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ ഡി നമുക്ക് അത്യാവശ്യം കിട്ടിയില്ലെങ്കിൽ എന്തിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും, ഇറ്റ് വിൽ എഫക്ട് ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസറായിട്ട് എഴുതാം. നെക്സ്റ്റ് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ഓർത്ത് വയ്ക്കുക, സൺലൈറ്റിൽ നിന്നാണ്. നമ്മൾ ചെറിയ കുഞ്ഞുവാവകളൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളി കാണാറില്ല, അത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ബോൺസിൻ്റെ എല്ലുകളിലൊക്കെ ഒന്ന് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വെയിൽ കൊള്ളിക്കുന്നത്. ഓക്കെ, അങ്ങനെ വൈറ്റമിൻ ഡി ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ എത്താണ്ടാവുമ്പോഴാണ് നമ്മൾ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വരുന്നത്.
ഓക്കെ. ഇനി വൈറ്റമിൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് നിന്നാണ് കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏതിൽ നിന്നൊക്കെയാണ് കിട്ടുക? കിട്ടുന്നത് എഗ്ഗിൽ നിന്ന്, ബട്ടറിൽ നിന്ന്, പപ്പായ, ക്യാരറ്റ്, മിൽക്ക്, ലിവർ, ക്യാബേജ്. ഇതിലേതെങ്കിലും 2-3 നിങ്ങൾക്ക് എഴുതാം. വൈറ്റമിൻ ബി കിട്ടുന്നത് ഏതിൽ നിന്നാണ്? ടൊമാറ്റോ, പൊട്ടാറ്റോ, പീനട്ട്, ബനാന, വെജിറ്റബിൾസ്. ഇത് എഴുതാം. ഇനി സി കിട്ടുന്നത് ഏതിൽ നിന്നാണ്? ഗ്വാവ, നമ്മുടെ പേരയ്ക്കാണ്. പിന്നെ ടൊമാറ്റോ, ഓറഞ്ച്, ലെമൺ, ഗ്രേപ്സ്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുക ഫ്രൂട്ട്സിൽ നിന്നാണ്. വൈറ്റമിൻ ഡി കിട്ടുന്നത് എഗ്ഗിൽ നിന്ന് കിട്ടും. കോഡ് ലിവർ ഓയിൽ, അതായത് ഫിഷ് കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. മിൽക്കിൽ നിന്ന് കിട്ടും. സൺലൈറ്റിൽ നിന്ന് കിട്ടും. ഇനി വൈറ്റമിൻ ഇ കിട്ടുന്നത് ബനാന, ഗ്രീൻ വെജിറ്റബിൾ, സോയാബീൻസ്, എഗ്ഗ്, ആൽമണ്ട്, വീറ്റ് ജേം ഓയിൽ. വൈറ്റമിൻ കെ നമുക്ക് കിട്ടുന്നത് ടൊമാറ്റോ, സോയാബീൻസ്, സ്പിനാച്ച്, മീറ്റ്, ടേർണിപ്പ്, ലെറ്റ്യൂസ്. അതാണ്. നെക്സ്റ്റ് പറയുന്നത് മിനറൽസ് ആണ്. അയണും കാൽഷ്യവും അയഡിനും ആണ്. അയൺ നമുക്ക് കൂടുതൽ കിട്ടുക ഇതിൽ നിന്നാണ്? ലീഫി വെജിറ്റബിൾസ്, ജാഗറി. ലീഫി വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇലവർഗ്ഗങ്ങൾ, ജാഗറി എന്ന് പറഞ്ഞാൽ ശർക്കര. ഫിഷിൽ നിന്നും ലിവറിൽ നിന്നൊക്കെയാണ് കിട്ടുക. അയണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ, ബ്ലഡ് റെഡ് കളറിലെ, അപ്പോൾ ആ ഒരു റെഡ് കളർ ഉണ്ടാവാൻ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ബ്ലഡിലെ ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുന്നത്? നമ്മൾ ഈ ബീട്രൂട്ട്, ഡേറ്റ്സ്, അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന കാൽഷ്യം ആണ്. കാൽഷ്യം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക മിൽക്കിൽ നിന്നും എഗ്ഗിൽ നിന്നൊക്കെയാണ്. അത് നമ്മുടെ ബോൺസിൻ്റെയും എല്ലുകളുടെയും പല്ലുകളുടെയും അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനറലാണ്. അയഡിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്, നമ്മുടെ തൊണ്ടയിലുള്ള തൈറോയിഡ് ഗ്ലാൻഡ് പ്രവർത്തനത്തിനാണ് നമ്മൾ അയഡിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. ഏത് ഫുഡ് ഐറ്റമിൽ നിന്നാണ് കിട്ടുക? സീ ഫുഡിൽ നിന്നാണ് കിട്ടുക. അത് അയഡിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഗോയിച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് മിനറൽ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്? ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മിനറൽ ഏതാണ്? അയൺ ആണ്. അപ്പോൾ അയൺ എഴുതുക. വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്? എന്തിനാണ്? സീ ഫുഡ് കണ്ടെയ്ൻസ് അയഡിൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് വി അവോയ്ഡ് മിൽക്ക്, എഗ് ആൻഡ് ലീഫി വെജിറ്റബിൾ? മിൽക്കും എഗ്ഗൊന്നും കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരിക? എന്ത് ഹെൽത്ത് ഇഷ്യൂ ആണ് വരിക? നമുക്കത് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാക്കും, അല്ലേ? കാൽഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയും. അത് നമ്മുടെ പല്ലുകളുടെയും എല്ലുകളുടെയും അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെയൊക്കെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഡെഫിഷ്യൻസി ഡിസീസസിനെ പറ്റിയാണ്. വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി കണ്ണ് കാണാത്തൊരവസ്ഥ. വൈറ്റമിൻ ബി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വോളൻ ടങ്, ടിംഗ്ലിംഗ് ഓഫ് സ്കിൻ ആൻഡ് ടങ്, നാവ് ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരവസ്ഥ. മൗത്ത് അൾസർ, വായുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പോളങ്ങളൊക്കെ പോലെ വരുന്നത്, അതൊക്കെ ഉണ്ടാവും. വൈറ്റമിൻ സി കുറഞ്ഞാലാണ് ബ്ലീഡിങ് ഗം, നമ്മുടെ മോണയിൽ നിന്നൊക്കെ ചോര വരില്ലേ, അതാണ് ബ്ലീഡിങ് ഗം സ്കർവി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നതാണ് റിക്കറ്റ്സ്. കണ്ടോ, കാലിങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കണ്ടോ, അതാണ് റിക്കറ്റ്സ്. ഓക്കെ. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസ് സ്കർവി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ് സ്കർവി ഉണ്ടാക്കുന്നത്. വാട്ട് ഫുഡ് ഐറ്റം വിൽ യു സജസ്റ്റ് ടു ഇൻക്ലൂഡ് ഇൻ ഡയറ്റ് ഇഫ് സമ്മൺ ഇൻ യുവർ ഹോം സഫർ ഫ്രം മൗത്ത് അൾസർ? മൗത്ത് അൾസർ ഉണ്ടെങ്കിൽ നമ്മൾ ഏതാണ്? വൈറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറയുക. വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതാണ്? ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു, അല്ലേ? മട്ട റൈസ് പറയാം, സ്പിനാഷ് പറയാം, ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇനി ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റമിൻ കോസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുന്നത്? ഏതാണ്? ഏതിൻ്റെ കുറവാണ്? വൈറ്റമിൻ എയുടെ കുറവാണ് കേട്ടോ. വൈറ്റമിൻ എയുടെ കുറവാണ് വരിക. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് റിക്കറ്റ്സ്? ഏതാണ്? വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് റിക്കറ്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ രാത്രി അല്ലെങ്കിൽ ഡിം ലൈറ്റിലൊക്കെ കണ്ണ് ഒട്ടും തന്നെ കാണാതിരിക്കുക. ഓക്കെ. രാവിലെ ഒന്നും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാഴ്ചയ്ക്ക്, പക്ഷേ വെളിച്ചം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ. ഇനി മിനറൽസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും കൊടുത്തിട്ടുണ്ട്. അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനീമിയ, വിളർച്ച ഉണ്ടാവും. അയഡിൻ കുറഞ്ഞാൽ ഗോയിച്ചർ, നമ്മുടെ ഇവിടെ കഴുത്തിലിങ്ങനെ വീർത്ത് നിൽക്കില്ലേ. പിന്നെ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാലോ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവും. ഓക്കെ. വിച്ച് ഡിസീസ് കോസ് ബൈ ഡെഫിഷ്യൻസി ഓഫ് അയൺ? അനീമിയ ആണ് ആൻസർ വരുന്നത്. വാട്ട് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഗോയിച്ചർ ആൻഡ് വൈ ഗോയിച്ചർ? നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? സീ ഫുഡാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ അയഡിൻ, അല്ലേ? അയഡിൻ എന്ന് പറഞ്ഞാൽ ഉപ്പ്, അല്ലേ? അപ്പം
കണ്ടുവരുന്ന എന്തിലാണ്? സീ ഫുഡിലാണ്. അതുകൊണ്ടാണ് അത് കഴിക്കണം എന്ന് പറയുന്നത്. വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഓസ്റ്റിയോപൊറോസിസ്? ഓസ്റ്റിയോപൊറോസിസ് ഇല്ലാതിരിക്കാൻ എന്താണ്? കാൽഷ്യം കിട്ടുന്ന ഫുഡ് ഏതൊക്കെയാണ് ആലോചിച്ചത്? മിൽക്ക് ഉണ്ട്, എഗ് ഉണ്ട്, ചീസ് ഉണ്ട്, ഡയറി പ്രോഡക്ട്സ് എല്ലാതും നമുക്ക് പറയാം അല്ലേ. ഇനി വൈ ആർ അയൺ ടാബ്ലറ്റ്സ് സപ്ലൈഡ് ഇൻ സ്കൂൾസ്? എന്തിനാണ് അയൺ ടാബ്ലറ്റ് സ്കൂളിൽ കൊടുക്കുന്നത്? അയൺ ടാബ്ലറ്റ്സ് അനീമിയ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ ഇടയിൽ വിളർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത് അല്ലേ. അയൺ ടാബ്ലറ്റ്സ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. കണ്ടോ, ഇതാണ് ഗോയിച്ചർ എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ വീർത്തിട്ട് ഇങ്ങനെ മുണ്ടീക്കം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു അസുഖമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഫൈബറിനെ പറ്റിയാണ്. ഇവിടെ എന്താണ്? ബനാന സ്റ്റെം, നമ്മുടെ ഇതെന്താണ് ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും ഞങ്ങളുടെ ഭാഗത്ത്, ഈ വാഴയുടെ ഉള്ളിലുണ്ടാവില്ലേ. അപ്പോൾ അതിങ്ങനെ വലിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഫൈബർ ഏതിലുണ്ടെന്നാണ് പറയുന്നത്? ഈ ബനാന സ്റ്റെമ്മിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഫൈബർ എന്താണ്? പ്ലാന്റ്സിലൊക്കെയാണ് അധികമായിട്ട് കണ്ടുവരിക. ഇങ്ങനെയുള്ള എന്താണ് പച്ചപ്പയർ, അതിലൊക്കെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല, അതായത് അതിൻ്റെ ദഹനം നടക്കില്ല. പക്ഷെ ആ ഒരു സാധനം നമ്മൾ ശരീരത്തിലേക്ക് പോകുന്നത് വഴി നമ്മുടെ വയറൊക്കെ ക്ലീൻ ആക്കാനോ അല്ലേ, നമ്മൾ പുറത്തേക്കുള്ള നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റൊക്കെ പുറന്തള്ളാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫൈബേഴ്സാണ്. ചിലർക്ക് രാവിലെയൊക്കെ ബാത്റൂമിൽ പോകാനൊക്കെ ടോയ്ലറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ മാംഗോ സ്ലൈസും മാംഗോ ജ്യൂസും കൊടുത്തിട്ടുണ്ട്. മാംഗോ ജ്യൂസാക്കുക മാത്രമല്ല അത് അരിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ അരിപ്പയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടോ, ആ നാരുകളുണ്ടല്ലോ, അതിനെയാണ് ഫൈബർ എന്ന് പറയുക. അപ്പോൾ ഏതിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് ഉണ്ടാവുക? മാംഗോ. അങ്ങനെ ചെത്തി കഴിക്കുകയാണ്, ഇങ്ങനെ മുറിച്ച് കഴിക്കുകയാണ് നല്ലത്. നമ്മൾ ജ്യൂസാക്കി അരിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ മുഴുവൻ പോവും കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ബാലൻസ് ഡയറ്റിനെ കുറിച്ചാണ്. എന്തൊക്കെ ഐറ്റംസാണ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഡയറ്റിൽ ഇതൊക്കെ കേട്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അതാണ് കൊടുക്കേണ്ടത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പാലൊന്നും കുടിക്കാത്ത ആൾക്കാരാണെങ്കിൽ പാൽ ആഡ് ചെയ്യാം. എഗ്ഗ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യാം. ലഞ്ച് ടൈമിലോ നമുക്ക് ലീഫി വെജിറ്റബിൾസ്, ഇലവർഗ്ഗങ്ങൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡിന്നർ ടൈമിൽ എന്താണ്, നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കണം എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ നട്ട്സും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. സലാഡ് അതൊക്കെ ഓപ്ഷനാണ്. ഇനി ഇവിടെ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫുഡ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്, അത് ഞാൻ കാണിക്കാം. ഫുഡ് ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ, കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നത് റൈസ്, പൊട്ടറ്റോ, ആപ്പിൾ, ബനാന, മാംഗോ. ഫാറ്റ് നമുക്ക് കിട്ടുന്നത് മിൽക്കിൽ നിന്നും കേടിൽ നിന്നും ഗീയിൽ നിന്നൊക്കെ കിട്ടും. വൈറ്റമിൻസ് എഗ്ഗ്, അവക്കാഡോ, സാൽമണിൽ നിന്നൊക്കെ കിട്ടും. മിനറൽസ് നമുക്ക് ലീഫി വെജിറ്റബിൾ, ക്യാരറ്റ്, ക്യുക്യൂംബർ, സൺഫ്ലവർ സീഡ്സ് കൊടുക്കാം. പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നത് ബ്രൗൺ റൈസ്, കിഡ്നി ബീൻസ്, ആൽമണ്ട്, ചിക്ക് പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളക്കടലയില്ലേ, വെള്ളക്കടലയാണ്. നെക്സ്റ്റ് വരുന്ന ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇതാണ്. ക്യാൻ യു സജസ്റ്റ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്? അധികം പൈസ ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്താണ്? അമരാൻ തോരൻ. അമരാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീരയാണ് കേട്ടോ. നമ്മുടെ ചുവന്ന ചീരയും പച്ച ചീരയൊക്കെ ഇല്ലേ, അത് വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഡ്രം സ്റ്റിക്ക് അല്ലെങ്കിൽ ഡ്രം ലീവ്സ് കറി, മുരിങ്ങയില വെച്ചിട്ടോ മുരിങ്ങ വെച്ചിട്ടോ നമുക്ക് കറി ഉണ്ടാക്കാം. പപ്പായ വെച്ച് കറി ഉണ്ടാക്കാം അല്ലേ, തോരൻ ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിൽ വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉപ്പേരി ഉണ്ടാക്കാം അല്ലേ. ഇനി ലോസ് ഓഫ് ന്യൂട്രിയൻസ്, പല രീതിയിൽ ഈ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. ഒരെണ്ണം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിങ് ദം. നമ്മൾ ഈ പംകിൻ, മത്തങ്ങയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ചിലരത് കഴുകുമല്ലേ, അങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് കൂടി അതിൽ നിന്ന് പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുക്കിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, നമ്മൾ പച്ചക്കറിയൊക്കെ വളരെ നല്ലോണം തീയിലിട്ടിട്ട് നല്ല ചൂടിലിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോഷകങ്ങൾ നഷ്ടപ്പെടും. ഓവർ കുക്കിംഗ് അല്ലേ, ഓവർ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റൊക്കെ മതി അല്ലേ, ഒരു 5 മിനിറ്റ് ഒക്കെ മതി നമ്മുടെ ഈ മുരിങ്ങയിലൊക്കെ വാടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി നമ്മൾ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ചിലപ്പോൾ അത് വേവിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോഷകങ്ങൾ നഷ്ടപ്പെടും. ഡിസ്കാർഡിങ് വാട്ടർ ആഫ്റ്റർ കുക്കിംഗ് വെജിറ്റബിൾസ്, ചിലരെന്താണ് ഈ പച്ചക്കറിയൊക്കെ വേവിച്ചിട്ട് വെള്ളം ഉണ്ടല്ലോ കുക്കറിലൊക്കെ ഉണ്ടാകുന്ന ആ വെള്ളം അത് ഒഴിച്ച് കളയുന്നത് കാണാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ
പച്ചക്കറി കിടന്ന് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ന്യൂട്രിയൻസും കുറേ ഇതിലേക്ക് പോയിട്ടുണ്ടാവും, പോഷകങ്ങളും ഈ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മൾ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും കൂടി ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻസിൻ്റെ ലോസ് നടക്കുന്നത്. ഈ രീതികളിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗം വരുന്നതും പാഠഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്